ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ബേസിലിന്റെ ഒരു വെറൈറ്റി ഗെറ്റപ്പിൽ പുറത്തിറങ്ങാൻ പോകുന്ന മരണം മാസ് എന്ന് പറയുന്ന സിനിമയെ കുറിച്ചിട്ടാണ്. പ്രൊഡക്ഷൻ നമ്മുടെ ടൊവിനോക്കെയാണ്. ആരൊക്കെ ഉണ്ട്, എന്തൊക്കെയാണ് കഥ ഒന്നും അറിയില്ല. ഞാൻ ഇതിനു മുമ്പ് ഇറങ്ങിയ വലിയ അപ്ഡേറ്റുകളോ പാട്ടുകളോ അങ്ങനെ ഒന്നും ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് ഈ ഒരു സിനിമയുടെ ട്രെയിലറാണ് കാണാൻ പോകുന്നത്. സോ ട്രെയിലർ എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കിയിട്ട് ഇതിന്റെ എക്സ്പെക്ടേഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. സോ 2.5 മിനിറ്റിന്റെ ട്രെയിലറാണ്. ഒരു കളർഫുൾ തമ്പനിലൊക്കെ കൊടുത്തിട്ടാണ് സംഭവം ഇറക്കിയിരിക്കണൊക്കെ. ടൊവിനോ തോമസ് പ്രൊഡക്ഷൻസ് പ്രസൻസ്. എന്താ പട്ടിച്ചങ്ങലേ? അജയ് രാമേന്ദ്രൻ ഡിവൈഎസ്പി പ്രൂഫാണ് തോന്നുന്നു. ആംഗ്രി യങ്സ്റ്റാർ ബേസിൽ. പണ്ട് കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി നമ്മുടെ സ്കൂളിൽ തീയിടാൻ പറഞ്ഞോളാം. ഞാൻ പക്ഷെ സ്റ്റാഫ് റൂം മാത്രമേ കത്തിച്ചു. സുരേഷ് ചേട്ടൻ, സുരേഷ് കൃഷ്ണ, കൺവിൻസിംഗ് സ്റ്റാർ. സിജു സണ്ണിയുടെ സ്റ്റോറിയോ? ഇങ്ങനെയൊക്കെ എന്താ? സീരിയസ് ആയി. സാഡ് സൂപ്പർ സ്റ്റാർ എന്നൊക്കെ ഉണ്ട് കേട്ടോ ഇതില് പേര്. നല്ല പിന്നെ കുംഫു സ്റ്റാർ. മരണം മാസ്. ശിവപ്രസാദ്. ഇതൊരു പക്ക ഒരു സ്പൂഫ് പരിപാടിയായിട്ടാണ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. സാധാരണ നമ്മളിതിൽ ഒരു നായകന് ഒരു ടൈറ്റിൽ കാർഡൊക്കെയാണ് നമ്മൾ സാധാരണ കാണാറുള്ളൂ. ഇപ്പൊ ഒന്നില്ലെങ്കിൽ ദ കംപ്ലീറ്റ് ആക്ടർ, മെഗാ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ടൈറ്റിൽ കാർഡൊക്കെയാണ് കാണാറുള്ളൂ. ഈ സിനിമയുടെ ട്രെയിലറിനകത്ത് വരുന്ന സമയത്ത് 2-3 ടൈറ്റിൽ കാർഡൊക്കെ ഉണ്ട് ഈ ഒരു സിനിമയ്ക്കകത്ത് ബേസിൽ തന്നെ. സോ അതെന്തായാലും ഒരു വെറൈറ്റി പരിപാടിയായിട്ട് തോന്നിയ ഒരു പുതിയൊരു അപ്രോച്ചാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മലയാളം സിനിമയ്ക്കകത്ത്. ഞാൻ വണ്ടർ അടിച്ചു പോയത് സിജു സണ്ണിയുടെയാണ് ഇതിന്റെ സ്റ്റോറി. ശിവപ്രസാദ് എന്ന് പറഞ്ഞ ആളാണ് ഡയറക്ട് ചെയ്യുന്നത്. എനിക്കറിയില്ല മൂപ്പര്. ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളൊക്കെ ചെയ്തിരിക്കുന്നത് JK എന്ന് പറയുന്ന ആളാണ്. ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ പാട്ടുകള് വിഷ്ണുവിന്റെ ഉണ്ട് തോന്നുന്നു. അങ്ങനെ എന്തൊക്കെയോ കുറെ കണ്ടു പരിപാടികളെല്ലാം. സംഭവം എന്തായാലും മൊത്തത്തിലൊരു കളർഫുൾ പരിപാടിയും കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട് ഈ ഒരു ട്രെയിലറിനകത്ത് തന്നെ. സോ എന്തൊക്കെയാണ് പരിപാടികൾ എന്നൊന്നും മനസ്സിലായി. ഒരു ഫണ്ണി മൂഡിൽ പോകുന്ന ഒരു സീരിയൽ കൊലപാതകം പരിപാടി. രാജേഷ് മാധവൻ ആരൊക്കെയാണ് സീരിയൽ കില്ലർ എന്ന് തോന്നുന്നു. എന്തൊക്കെയോ ഒരു സസ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അതിലുപരി ഒരു ഫൺ എലമെന്റോട് കൂടിയിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ ചർച്ചയ്ക്ക് വെക്കുന്നതൊക്കെ. ഇതിലെന്തോ മറ്റേ അമ്പലക്കുളത്തില് എന്തൊക്കെയോ നോണൊക്കെ ഇട്ടിട്ട് മീൻ പിടിക്കാൻ പോയ പരിപാടി, മതങ്ങൾ തമ്മിലുള്ള തമ്മിത്തലിന് വഴിയൊരുക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരുപാട് പരിപാടികൾ. അതിലും ഫ്രഷ് ആയിട്ട് എനിക്ക് തോന്നിയത് പോലീസ് സ്റ്റേഷൻ OLX ഇട്ടിട്ട് വിൽക്കാന്ന്. അത് നല്ലൊരു പരിപാടിയായിരുന്നു. അതുപോലെ തന്നെ സ്കൂളിന് തീയിടാൻ പറഞ്ഞിട്ട് സ്റ്റാഫ് റൂമിന് മാത്രമേ തീയിട്ടുള്ളൂ പറയുന്ന ആ പരിപാടിയൊക്കെ. അതൊക്കെ നല്ല രസമുണ്ട്. ഒരു ഫ്രഷ് സാധനം ഫീൽ ചെയ്യുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു സിജു സണ്ണിയുടെ ഒരു അഴിഞ്ഞാട്ടം തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അതായത് ആസ് ആൻ ആക്ടർ അല്ല, ആസ് എ റൈറ്റർ സിജു സണ്ണി പൂണ്ട് വിളയാടുന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ഞാൻ രോമാഞ്ചം മുതൽക്ക് മൂപ്പരുടെ ഓരോ കാട്ടായങ്ങളും ഓരോ FB പോസ്റ്റുകളിലൊക്കെ ക്യാപ്ഷൻസും കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ, ഇൻസ്റ്റയിലൊക്കെ വായിക്കുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും. എന്തൊക്കെയോ അങ്ങേരുടെ ഉള്ളിലുണ്ട്. അത് സ്റ്റോറി രൂപത്തിൽ വരുമ്പോൾ നല്ല രസമായിട്ട് ഫീൽ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
ഇതെങ്ങനെ ബേസിൽ പുൾ ഓഫ് ചെയ്യും എന്നുള്ളതാണ് എനിക്കറിയേണ്ടത്. കാരണം ഒന്ന് ഫണ്ണി എലമെന്റ് ആണ് ഫുള്ള്, പക്ഷെ അതിൽ കൂടെ സീരിയസ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വരുമ്പോൾ അത് എങ്ങനെയാണ് ബേസിൽ പുൾ ഓഫ് ചെയ്യുന്നതെന്ന് കാണാനുള്ള ആകാംക്ഷ തീർച്ചയായിട്ടും ഉണ്ട്. സോ എന്തായാലും എന്താണ് നിങ്ങളുടെ മരണമാസം എന്ന് പറയുന്ന സിനിമയെ കുറിച്ചുള്ള പ്രതീക്ഷകളെന്ന് താഴെ പങ്കുവയ്ക്കാം. എന്നെ സംബന്ധിച്ച് എന്തായാലും ആദ്യം തന്നെ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അന്നത്തെ ദിവസം തന്നെ എത്ര പടങ്ങൾ ഇറങ്ങുന്നതെന്ന് എനിക്ക് തന്നെ ഒരു പിടിയില്ല. ബസൂക്ക് ഇറങ്ങുന്നുണ്ട്, മരണമാസം ഇറങ്ങുന്നുണ്ട്, ആലപ്പുഴ ജിംഖാന ഇറങ്ങുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വൺ ആൻഡ് ഓൺലി തലയുടെ GBU ഗുഡ് ബാഡ് അഗ്ലി ഇറങ്ങുന്നുണ്ട്. ഏതൊക്കെ പടത്തിന് പോകുന്നൊരു പിടിയില്ല. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ പണിക്ക് പോകണം. സോ എന്തായാലും കണ്ടിട്ട് എന്തായാലും തീർച്ചയായിട്ടും എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പറയുന്നതാണ്. എന്തായാലും നിങ്ങൾ ഏതൊക്കെ സിനിമയ്ക്കാണ് കാണാൻ പോകുന്നത് എന്നുള്ളത് താഴെ പങ്കുവയ്ക്കുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും മറക്കാതിരിക്കാം. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.